റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പോൾ ഇവിടെ ഞാൻ ഊതി വെച്ച ആയത്തുകൾ നമുക്ക് ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ നമുക്ക് പഠിക്കാൻ സൂറത്ത് നൂറായിരുന്നു പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളെ വിഷയം സോഷ്യൽ മീഡിയ കാലത്തെ സദാചാര ചിന്തകളാണ്. എന്നാലും ഖുർആൻ ഇറങ്ങിയ കാലത്തെ സദാചാര ചിന്തകൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് അത് താരതമ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഇവിടെ സൂറത്ത് 130 ആയത്താണ് ഞാനിവിടെ ഓതിക്കേൽപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ഞാനൊന്ന് വായിക്കാം. പ്രവാചകൻ വിശ്വാസികളോട് പറയുക, അവർ കണ്ണുകൾ താഴ്ത്തി വെച്ചു കൊള്ളട്ടെ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഇതാകുന്നു അവർക്ക് ഏറ്റവും സംസ്കൃതമായ നടപടി. അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നതിനെ കുറിച്ച് വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. നമ്മുടെ പ്രവാചകന്റെ സ്ഥലത്ത് നമുക്കറിയാം ഏതൊരു സമൂഹത്തിലേക്കാണ് പ്രവാചകന്റെ ഖുർആൻ നമുക്ക് ഇറങ്ങിയത് എന്ന് നമുക്ക് അറിവുകൾ നമുക്ക് കിട്ടിയത്. നമുക്കറിയാം ജാഹിലിയത്ത് അല്ലേ. നമ്മളുടെ ഇപ്പം ഇന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇനി അന്ത്യനാളോടനുബന്ധിച്ച ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ പ്രവാചകന്റെ കാലഘട്ടത്തിലേക്ക് പിൽക്കാലത്ത് ഈ ജാഹിലിയത്ത് മടങ്ങിയെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ സമകാലിക വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനോടടുത്ത കാലഘട്ടമായി തോന്നുമാറ് നമുക്ക് എന്ത് ചെയ്യണം, തിന്മകൾ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് പ്രവാചകൻ ഈ ആയത്തുകൾ ഇറങ്ങിയത് പ്രവാചകനല്ല സംസ്കരിച്ച ഒരു വിശ്വാസികളായ ഒരു ഉത്തമ സമൂഹത്തിലേക്കാണ്. ഒരു പ്രവാചകൻ മാറ്റിയെടുത്ത ഒരു ഉത്തമ സമൂഹത്തിലേക്കാണ് സൂറത്ത് നൂറിലെ ഈ ആയത്തുകൾ ഇറങ്ങിയത്. പ്രവാചകൻ വിശ്വാസികളോട് പറയുക, അവർ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ. അതായത് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒറ്റ നോട്ടം നോക്കാം. പിന്നെ രണ്ടാമത്തെ തുടർന്ന് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല, താഴ്ത്തിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങൾ അല്ലേ, നമ്മുടെ ലൈംഗിക അവയവങ്ങൾ എന്താണ്, വ്യഭിചാരത്തിൽ നിന്നും മറ്റു തിന്മകളിൽ നിന്നുമൊക്കെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. അവർക്കുള്ള ഏറ്റവും സംസ്കൃതമായ നടപടി അതാകുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു മസ്ഊദിന്റെ നിവേദനത്തിൽ നിന്ന് നോട്ടം പിശാചിന്റെ വിഷലിപ്തമായ അസ്ത്രങ്ങളിൽപ്പെട്ടതാണ്. എന്നെ ഭയന്ന് ആരെങ്കിലും അത് വർജിച്ചാൽ അതിനു പകരമായി അവൻ ഈമാൻ നൽകുന്നതാണ്. അതിൻ്റെ മാധുര്യം അവൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആരെങ്കിലും നമ്മൾ ആ നോട്ടം, വിശ്വാസികൾ അല്ലേ, പെണ്ണുങ്ങൾ ആണുങ്ങൾ നോക്കുന്ന അത്ര ഗുരുതരമല്ല പെണ്ണ് തിരിച്ചു നോക്കുന്നത്, എങ്കിൽ കൂടിയും അത് പിശാചിന്റെ വിഷലിപ്തമായ അസ്ത്രങ്ങളിൽ പെട്ടതാണെന്ന് പ്രവാചകൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പുരുഷന് ഒരു സ്ത്രീയെ നോക്കാൻ അനുവാദമുള്ള സമയം എപ്പോഴാണ്? വിവാഹാലോചന സമയത്താണ്. വിവാഹാലോചന സമയത്ത് ആ സ്ത്രീയെ കാണുന്നതിന് അനുവാദം ലഭിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. ഇപ്പം ചില കാര്യങ്ങളിൽ ഇവിടെ പറയുന്ന ഡോക്ടർമാര്, അതുപോലെ കേസ് പറയുന്ന ജഡ്ജി, ഇതുപോലെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രവാചകൻ വിരോധിച്ച ഒരു കാര്യമാണ് ഒരു പുരുഷന്റെ ഹദീസുകളിൽ വന്നാണ് ഗുഹ്യാവയവങ്ങളിലേക്കും ഒരു സ്ത്രീയുടെ ഗുഹ്യാവയവങ്ങളിലേക്കും നോക്കൽ. അതുപോലെ തന്നെ നമുക്കറിയാം വിശ്വാസികൾ അടുത്ത ആയത്തിന്റെ കൽപ്പന വിശ്വാസിനികളോട് പറയുക എന്ന് പറയാണ്. അവരുടെ കണ്ണുകൾ അവരും താഴ്ത്തിക്കൊള്ളട്ടെ. എന്ത് ചെയ്യണം, ഒരു പുരുഷനെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊട്ടെ. തങ്ങളുടെ അലങ്കാരം വെളിപ്പെടുത്താതെയും ഇരിക്കട്ടെ, സ്വയം വെളിവായതൊഴിച്ച്. തങ്ങളുടെ അലങ്കാരങ്ങൾ എന്താ, നമുക്ക് വെളിപ്പെടുത്താവുന്ന അലങ്കാരങ്ങൾ എന്താ? ഒന്ന് നമ്മുടെ മുഖവും മുൻകൈയുമാണ് അല്ലേ. സുറുമ, മൈലാഞ്ചി, ഇതൊക്കെ നമുക്ക് അനുവദനീയമായിട്ടുള്ള അലങ്കാരങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാണ്, മുഖപടം താഴ്ത്തിയിട്ട് മാറുകൾ മറക്കട്ടെ. നമ്മളുടെ ഏറ്റവും വലിയ നമ്മുടെ പുതുതലമുറയിലുള്ള ഒരു
പിന്നെ ഇതാണ് ഈ ഖുറാന്റെ കൽപ്പന പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത്. മുഖപടങ്ങൾ എന്ത് ചെയ്യുന്നില്ല, താഴ്ത്തിയിടുന്നില്ല. ഇതിങ്ങനെ ചുരുട്ടിക്കൂട്ടി കയറ്റി വെക്കുന്ന ഖുറാനിലുള്ള കൽപ്പനയാണ് മുഖപടങ്ങൾ. അതുപോലെ തന്നെ അവര് ആർക്കൊക്കെയാണ് അവരുടെ സൗന്ദര്യം, നമ്മളെ വീടുകളിൽ ഞാനത് പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ വീടങ്ങൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട്, വക്കീലായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അവരിങ്ങനെ പറയും, വീടുകളിലൊക്കെ കേസ് സ്റ്റഡിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വീടകങ്ങളിൽ തന്നെ ഒരുപാട് അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, പീഡനങ്ങൾ, ഇതുപോലത്തെ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീടകങ്ങൾ ഇങ്ങനെ അതിക്രമങ്ങൾ? നമ്മൾ ചിലപ്പോൾ ഒരു വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ സുരക്ഷിതരായിരിക്കാം. പക്ഷെ മുക്കാൽ ഭാഗവും, അല്ലെ, ചെറിയ കുട്ടികൾ മുതൽ പിടിച്ച് നമ്മുടെ നിത്യേന എന്നോണം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എന്താണ്? സുരക്ഷിതത്വമില്ല. അവനവന്റെ വീടുകളിൽ തന്നെ സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രവാചക അള്ളാഹുവിന്റെ വചനങ്ങള് നമുക്ക് എങ്ങനെ പ്രയോഗവൽക്കരിക്കാം, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന പണി, എല്ലാം മാറ്റിമറിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമുക്ക് കഴിയാവുന്ന ഒരു പണി നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇവിടെ പറയുന്നത് മാറുകൾ മറക്കട്ടെ, മുഖപടം താഴ്ത്തിയിട്ടിട്ട് മാറുകൾ മറക്കട്ടെ. അപ്പൊ നമ്മുടെ വീടകങ്ങളിൽ സാധാരണ എന്ത് ഉണ്ടാവും? ഭർത്തൃപിതാക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്തൃ സഹോദരന്മാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ നമുക്ക് രക്തബന്ധമില്ലാത്ത നമ്മൾ തൊട്ടാ മുറിയുന്ന പുരുഷന്മാരുണ്ടാവും. ഇവരുടെ മുമ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സൗന്ദര്യം കാണിക്കാമോ? ഇല്ല. മനസ്സിലായോ? അവരൊക്കെ നമുക്ക് അന്യർ തന്നെ. സഹോദരന്മാരെ സ്വന്തം മരണാണെന്ന് അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഇന്ന് നമുക്കറിയാം എന്ത് ചെയ്യണം, വീടങ്ങളിലാണെങ്കിലും ടൈറ്റ് പാൻറ്റും ടൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഒരു ഷോള് പോലും ശരീരത്തിൽ ഇല്ലാതെ പിന്നെ ഇങ്ങനെ തന്റെ സൗന്ദര്യം മറക്കാൻ, ശരിക്കും സ്വന്തം പിതാക്കന്മാരുടെയോ സഹോദരന്മാരുടെയോ മുമ്പിൽ പോലും നമ്മുടെ മാറും കഴുത്തും ഒക്കെ മറച്ചിരിക്കണം, നമ്മള് ഒക്കെ മറച്ചിരിക്കണം, തല മറച്ചില്ലെങ്കിലും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ പാൻറ്റും ജീൻസും ഇട്ട് ടൈറ്റ് ആയിട്ടുള്ള ബനിയനും ഒക്കെ ഇട്ട് എങ്ങനെ എന്ത് ചെയ്യാണ് വെക്കാൻ. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങളുടെ മുഖപടങ്ങൾ, മുഖത്തെന്താണോ ഇടുന്നത് അത് തന്നെ മാറിലൂടെ താഴ്ത്തിയിടണം. പിന്നെ മാറുകൾ മറക്കട്ടെ. എന്നിട്ട് പറയാണ് ഭർത്താക്കൾ, പിന്നെ ആരുടെയൊക്കെ ഭർത്താക്കൾ? പിതാക്കൾ, ഭർത്തൃപിതാക്കൾ, സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, സഹോദരീപുത്രന്മാർ, തങ്ങളുമായി ഇടപഴകുന്ന സ്ത്രീകൾ, സ്വന്തം അധീനത്തിലുള്ളവർ, വിഷയവിചാരമില്ലാത്ത പുരുഷഭൃത്യന്മാർ, സ്ത്രീ സുഖ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ എന്നിവർക്കൊഴികെ അവർ സൗന്ദര്യം വെളിവാക്കരുത്. മറച്ചുവെച്ച സൗന്ദര്യം ആളുകൾ ശ്രദ്ധിക്കാൻ കാലുകൾ നിലത്തടിച്ച് നടക്കുകയും അരുത്. അല്ലയോ വിശ്വസിച്ചവരെ, എല്ലാവരും ഒന്നു ചേർന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പിന്നെ നമുക്ക് ഇത്രയും ആൾക്കാർക്കുടെ മുമ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ തലയൊക്കെ തുറന്നിടാൻ അത്യാവശ്യം നമ്മൾ കാണിക്കാവുന്നതൊക്കെ കാണിക്കാനുള്ള അവയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, അല്ലേ? പിതാക്കള് ഒക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ആ കാര്യത്തിലൊക്കെ അങ്ങേയറ്റം നിഷ്കർഷ പുലർത്തുന്നത്, അതായത് തെറ്റിദ്ധാരണ. അപ്പൊ നമ്മളിപ്പോ പിന്നെ സ്വന്തം ഭാര്യമാരുടെ കൂടെ സമൂഹത്തിൽ ഇപ്പൊ നമുക്കറിയാം ഒന്നിനൊക്കെ പല തെറ്റിദ്ധാരണകളും. ഒരു മനുഷ്യനൊരു കൂടെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പുറത്ത് കണ്ടപ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ആലത്തൂര് ഒരു സംഭവം ഉണ്ടായി, അല്ലേ? ഒരു 14 വയസ്സുള്ള കുട്ടി 33 വയസ്സുള്ള ഒരു പെണ്ണിന്റെ കൂടെ പോയി. ഇതെന്താ സംഭവം തന്നെ നമുക്ക് മനസ്സിലാവണില്ല, അല്ലേ? ഇതൊരു അവിഹിതമാണോ അല്ല അതൊരു നമുക്ക് കുട്ടിയായിട്ട് എവിടെ പോയത് നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇതെന്താണ് എന്ന് പോലും നമുക്ക് ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു പല കാര്യങ്ങളും. ഇപ്പൊ ഈ കൊലപാതകം എടുത്ത് നോക്കി നമുക്കറിയാം, അഫാൻ എൻ്റെ തന്റെ മാതാവിനെയും സഹോദരങ്ങളെയും പിതൃ സഹോദരനെയും ഭാര്യയെയും വല്യമ്മയൊക്കെ കൊന്നതായിട്ട് കണ്ടോ. ഇതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം
അത് മരണപ്പെട്ടപ്പോൾ അഫാൻ ലഹരിയുടെ പുറകെയാണെന്ന് പറയുന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ വേറൊരു വാർത്തയാണ് വന്നത്. അതിന്റെ പിറ്റേ ദിവസം വന്നപ്പോൾ അതിന്റെ ചുരുളുകൾ കഴിഞ്ഞപ്പോൾ വേറെ വാർത്തയാണ് വന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു കൊടുക്കും. ഇപ്പൊ പ്രവാചക കാലത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രവാചകന് നമുക്കറിയാം അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു അല്ലേ. അതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള സംഭവം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപവാദ സംഭവം. അന്ന് എങ്ങനെയായിരുന്നു? ചെവികളിൽ നിന്ന് ചെവികളിലേക്കായിരുന്നു അത് എന്ത് ചെയ്തിരുന്നത്? പടർന്ന് പിടിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതിലും എളുപ്പമാണ് സംഭവം. ഒരൊറ്റ ഞെക്ക് എത്തി, എല്ലാം എവിടെയാണോ എത്തുന്നത് അവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവത്തിലൂടെ പ്രവാചകൻ സ്വീകരിച്ചിരുന്ന സൂക്ഷ്മത ഞാനൊന്ന് പറയാം. അതായത് ഹിജ്റാത്തം 7 ഹബശക്കാരുടെ നിവേദക സംഘം മദീനയിൽ വന്നു. മസ്ജിദ് നബവിയുടെ പൂമുഖത്ത് വെച്ച് അവരൊരു വിനോദ പരിപാടി അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആയിഷക്ക് അത് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അത് മാത്രമേ അതല്ല, ഈ ആയിഷ ഒരിക്കല് പിന്നെ സഫിയ റളിയല്ലാഹു അൻഹയായിട്ട് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പള്ളിയിലേക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുമായിരുന്നു. അപ്പൊ എതിരെ വന്ന് 2 ആൾക്കാരുണ്ട്. ഇരുട്ടത്താണ്, കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോക്കൂ ഇത് എൻ്റെ ഭാര്യയാണ് കേട്ടോ, സഫിയാണ് എൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, താങ്കളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയോ എന്ന് ചോദിച്ചു. പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? അല്ല, ഇരുട്ടാണ്, അത് ഉറപ്പിക്കാൻ വേണ്ടി, ആ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം സമൂഹത്തില് ദുർധാരണകളും തീർത്ഥധാരണകളും മനുഷ്യന്മാരെ പറ്റി പരക്കാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ സൂക്ഷ്മത പുലർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ പറയുന്നത് ഒരു വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള, സ്ത്രീ ഇല്ല, ഒരു സ്ത്രീയോ പുരുഷനോ അല്ലാതെ ഒരു റൂമില് അല്ലെങ്കിൽ ഒരു വീട്ടില് തനിച്ചിരിക്കുന്നത് ആരെ വിരോധിച്ചിരിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കുന്നതും നിങ്ങൾ വിരോധിച്ചിരിക്കുന്നു. കാരണം നിങ്ങളിൽ നിന്ന് രക്തം സഞ്ചരിക്കുന്നത് പോലെ പിശാചും സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളിൽ രക്തം സഞ്ചരിക്കുന്നത് പോലെ പിശാചും സഞ്ചരിച്ചു. അപ്പൊ നമ്മൾ അതല്ലാത്ത ബന്ധങ്ങൾ, ഇപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭർത്താവോ നമ്മുടെ ഇണകളോ നമ്മുടെ മക്കളോ ഒക്കെ അറിയിച്ച് നമ്മുടെ സഹോദരന്മാരോ അല്ലാത്ത പുരുഷന്മാര് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളുടെ മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങള് നമ്മുടെ വീട്ടിൽ നമുക്ക് മറക്കാൻ നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ അവരെന്താണ്, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. അവർക്ക് സലാം പറയുകയും അനുവാദം വാങ്ങുകയും ചെയ്ത ശേഷമല്ലാതെ അവരെന്ത് ചെയ്യാൻ പാടില്ല, കടക്കാൻ പാടില്ല ആ വീട്ടിലേക്ക്. പിന്നെ സൂറത്തുൽ അഹ്സാബിൽ ഒരായത്തുണ്ട്, യാ നിസാ അൻ-നബിയ്യീന ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ. സൂറത്തുൽ അഹ്സാബിൽ 32-ാമത്തെ ആയത്താണ്. പ്രവാചക പത്നിമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെ അല്ല. അതിനാൽ നിങ്ങൾ ദൈവഭക്തകളാണെങ്കിൽ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ദീനം പിടിച്ച മനസ്സുള്ളവരിൽ മോഹം ഉണർത്തിയേക്കും. നിങ്ങൾ മാന്യമായിട്ട് മാത്രം സംസാരിക്കുക. അപ്പോൾ അന്ന് പ്രവാചകന്റെ കൽപ്പന, പ്രവാചക പത്നിമാരോടുള്ള കൽപ്പന സകല സത്യവിശ്വാസികളോടുള്ള കൽപ്പന തന്നെയാണ്. എന്ത് ചെയ്യരുത് അല്ലേ, സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. മറിച്ചെന്താണ്, അന്യപുരുഷന്മാരോട് ചിലപ്പോൾ സ്ത്രീകൾക്ക് സംസാരിക്കേണ്ടതായ ആവശ്യങ്ങളില്ലേ. നമുക്കറിയാം ഡോക്ടർ, അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ജോലിക്കാര്, പ്ലംബർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിപ്പറ്റി ഇവരോടൊക്കെ ചിലപ്പോൾ നമുക്ക് അനാവശ്യത്തിന് നമുക്ക് സംസാരിക്കേണ്ടി വരും. ആ സംസാരിക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവർക്ക് ആഗ്രഹം തോന്നുന്ന വിധം കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് എന്നാണ്. കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്, മറിച്ച് മാന്യതയുള്ള വാക്കുകൾ പറയുക എന്നാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ സോഷ്യൽ മീഡിയയുടെ വശം വരുന്നുണ്ട് കേട്ടോ, ഞാനത് വിശദീകരിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക കൽപ്പനയാണ്. പഴയ
അനിസ്ലാമിക കാലത്തെ പോലെ സൗന്ദര്യം വെളിവാക്കി വിലസി നടക്കാതിരിക്കുക, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, അള്ളാഹുവും അവൻ്റെയും ദൂതനെയും അനുസരിക്കുക. നബി കുടുംബമേ, നിങ്ങളിൽ നിന്നും മാലിന്യം നീക്കിക്കളയാനും നിങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അഹ്സാബ് 33-ാമത്തെ ആയത്താണ്. അതുപോലെ എന്ത് ചെയ്യണം? അള്ളാഹുവിലുള്ള സമർപ്പണം, സത്യവിശ്വാസം, ഭയഭക്തി, സത്യസന്ധത, ക്ഷമാശീലം, വിനയം, ദാനശീലം, വ്രതമനുഷ്ഠാനം, ലൈംഗിക വിശുദ്ധി എന്നിവ ഉൾക്കുന്നവരും അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുന്നവരുമായ സ്ത്രീ പുരുഷന്മാർക്ക് അവൻ പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. നബിയെ, നിന്റെ പത്നിമാർ, പുത്രിമാർ, വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടെല്ലാം തങ്ങളുടെ മൂടുപടങ്ങൾ ശരീരത്തിൽ താഴ്ത്തിയിടാൻ നിർദ്ദേശിക്കുക. അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് അതാണ്. ശല്യം ചെയ്യാതിരിക്കാനും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് പറഞ്ഞു മൂടുപടങ്ങൾ നമ്മൾ ശരീരത്തിലൂടെ നമ്മൾ താഴ്ത്തിയിടണം. നമ്മളെ തിരിച്ചറിയാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, അല്ലേ? ഇപ്പോൾ നമ്മൾ മാത്രമല്ല, വിശ്വാസികളുടെ കാര്യം എടുത്താൽ മാത്രമല്ല, അവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും ഒട്ടുമിക്ക സ്ത്രീകളും അത് അംഗീകരിച്ചു തരുന്ന കാര്യമാണ്. കാരണം എന്താ? നമ്മുടെ ശരീരം തുറന്നിടുന്നത് കൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലജ്ജയില്ലാത്ത പണ്ട് പാനീയമായി കരുതിയിരുന്ന വസ്ത്രധാരണ രീതികളൊക്കെ ഇന്ന് അപരിഷ്കൃതാണ്, അല്ലേ? കയ്യും ഇതും കഴുത്തും മാറും ഒക്കെ കാണിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ നോക്കിയാലും അതല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ അപരിഷ്കൃതരാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കൊലയും വ്യഭിചാരവും അതിക്രമവും പെണ്ണുങ്ങളോടുള്ള ബലാത്സംഗങ്ങളൊക്കെ കൂടുതലായിട്ട് സമൂഹത്തിൽ നമുക്ക് രാത്രിയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ പ്രവാചകൻ നമുക്കറിയാം മദീനയിൽ നിന്ന് യാത്ര ചെയ്യും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക്, ഇല്ലേ? യാത്ര ചെയ്താൽ ഒരു ആപത്തും സംഭവിക്കാത്ത വിധം മദീന നിർഭയം. ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം നിയമങ്ങളൊക്കെ കർശനായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അതിക്രമങ്ങൾ കുറവും തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ സദാചാര നിയമങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുള്ള ആയത്ത് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വ്യഭിചാരിയും വ്യഭിചാരിണിയും 100 അടി വീതം അടിക്കണം. ഒരു വ്യഭിചാരം ചെയ്തു പോയാൽ 2 പേരെയും 100 അടി വീതം അടിക്കണം എന്നാണ് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ദീനിന്റെ കാര്യത്തിൽ അവരോടുള്ള കാരുണ്യം, ദാക്ഷിണ്യം നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ശരിക്കും എന്ത് ചെയ്യാണ്? ഒരാളെ കിടപ്പറയിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണേ? എവിടെയെങ്കിലും ഒരാൾ യാത്ര പോയി ഒരു പെണ്ണിന്റെ കൂടെ ഒരു കോഴിക്കോട് പോയി വന്നു, ഒരു പുരുഷനും സ്ത്രീയും കൂടെ കോഴിക്കോട് പോയി വന്നു. അടുത്ത നിമിഷം എന്ത് ചെയ്തു? അത് പേപ്പറിൽ കൂടെ ആണെങ്കിലും വേറെ മീഡിയകളിലൂടെ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്തു? പരസ്യമായിട്ട് കഴിഞ്ഞു. പ്രവാചകന്റെ കാലത്ത് എങ്ങനെയായിരുന്നു? തന്റെ സുറുമക്കോല് കുപ്പിയിൽ ഇറക്കുന്നത് പോലെ ഈ സംഭവം കണ്ടാൽ മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ? അതും 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ? റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ, അല്ലെങ്കിൽ പരാതിയായിട്ട് പറഞ്ഞിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മിണ്ടിയോ ഒന്ന് ചിരിച്ചോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അത് നാട് മുഴുവൻ അത് പരത്തുന്ന ഒരവസ്ഥ. ഈ തിന്മകള് പരത്തുന്നതെന്ന് വെച്ചാൽ തിന്മകൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. എന്ത് തിന്മകൾ പറഞ്ഞ് പരസ്യമാക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? അതിനോടുള്ള ഒരു സാധാരണ നോർമലൈസ് ചെയ്യുന്നത് സ്വഭാവം മനുഷ്യന്മാരിൽ വെച്ചിട്ട് ഒരു സാധാരണ കാര്യമാണെന്നുള്ള പോലെ വന്നുപെടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപവാദ സംഭവത്തിൽ, അല്ലെ? അപവാദ സംഭവത്തിൽ പറയുന്ന ചില ആയത്തുകളുണ്ട്. ഈ അപവാദം കെട്ടിച്ചമച്ചവർ നിങ്ങളിൽ തന്നെയുള്ള ഒരു പിടി ആളുകളാകുന്നു. ഈ സംഭവത്തെ നിങ്ങൾക്കൊരു ദോഷകരമായിട്ട് കരുതേണ്ടതില്ല, പ്രത്യുത നിങ്ങൾക്ക് ഗുണം തന്നെയാകുന്നു. അതിൽ ആർ എത്രത്തോളം പങ്കുകൊണ്ടുവോ അയാൾ അത്രത്തോളം പാപം പേറിയിരിക്കുന്നു. അതിൽ മുഖ്യ പങ്കിന് ഉത്തരവാദിയായവന്
കൊടൂരമായിട്ടുള്ള ശിക്ഷയാണുള്ളത്. ഈ വർത്തമാനം കേട്ട മാത്രയിൽ തന്നെ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും തങ്ങളെക്കുറിച്ച് നല്ലത് തോന്നുകയും ഇത് കെട്ടിച്ചമച്ച അപവാദമാണെന്ന് പറയുകയും ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് അക്കൂട്ടർ അവരുടെ ആരോപണം തെളിയിക്കുന്നത് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? നമ്മൾ അള്ളാഹു പറയാ ചില അപവാദ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തൊരു അത് മോശമാണെന്നുള്ളത് ധരിക്കേണ്ടതില്ല. അതൊക്കെ ഇന്ന് കുറച്ച് പാഠങ്ങൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചില കാര്യങ്ങൾ. അപ്പോൾ വിശ്വാസികളാവുമ്പോൾ നമുക്കറിയാം മറ്റു എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയ അന്നത്തെ കാലത്ത് ഖുർആനിൽ തന്നെ ഉണ്ട്, എന്തെങ്കിലും നിങ്ങളെ ഒരു തെമ്മാടിന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. ആ നിജസ്ഥിതി അന്വേഷിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് ഒരു ആപത്ത് അണക്കാൻ കഴിയില്ല, ചെയ്യരുത്, അവർക്ക് ദോഷകരമായിട്ടൊന്നും ചെയ്യരുത്. അപ്പൊ അവിടെ അള്ളാഹു പറയാണ് എന്ത് ചെയ്യാണ്? ഇത് കെട്ടിച്ചമച്ച് പറഞ്ഞു പറ്റിയവന് എന്തായാലും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉണ്ട്. എന്തുകൊണ്ട് തങ്ങളെ കുറിച്ച് നല്ലത് തോന്നിയില്ല? മനസ്സിലായി? പറഞ്ഞ് സത്യവിശ്വാസാരാണ്? അബൂബക്കർ ഏറ്റവും തഖ്വയുള്ള സ്വർഗത്തിലേക്ക് 8 വാതിലുകളിലൂടെയും വിളിക്കപ്പെടുന്ന സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഹദീസ് 2000-ൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത തന്നെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ഭാര്യയും അല്ലെ. അവരുടെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു തെറ്റും കണ്ടിട്ടില്ല. അപ്പോൾ ആയിഷാവിന്റെ വേലക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആയിഷനെ കുറിച്ച് എന്താ അഭിപ്രായം? മാവ് കുഴച്ച് കഴിച്ചാൽ കുറച്ച് കിടന്നുറങ്ങുന്നു പോകുന്നുള്ളതല്ലാതെ അവരിൽ ഞാനൊരു കുഴപ്പം കണ്ടിട്ടില്ല എന്ന് എന്ത് ചെയ്തു? പരിചാരിക പറഞ്ഞു കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് നല്ലത് തോന്നിയില്ല? എന്തുകൊണ്ട് ഇക്കൂട്ടർ അവരുടെ ആരോപണം തെളിയിക്കുന്നതിന് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലാത്തതിനാൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവരാകുന്നു കള്ളം പറയുന്നവർ. ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന വർത്തമാനത്തിന്റെ ഫലമായി ഭയങ്കരമായ ശിക്ഷ ഭവിക്കുമായിരുന്നു. ഈ അപവാദം നാക്കിൽ നിന്ന് നാക്കിലേക്ക് പകർന്നുകൊണ്ടും ഒരറിവുമില്ലാത്ത കാര്യം സ്വന്തം വായ്കളാൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അത് നിസ്സാര സംഗതിയായി കരുതി. അള്ളാഹുവിൻ്റെ അടുത്തോ അത് അതിഗുരുതമാണ്. ഒരു സുഹൃത്ത് നൂറിൽ എന്നെ പറയുന്നു, ഇത് കേട്ട പാടെ ഈ സംഗതികൾ സംസാരിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല, സുബ്ഹാനല്ലാഹ്, ഇത് ഗുരുതരമായിട്ടുള്ള ദുരാരോപണമാകുന്നു എന്ന് നിങ്ങൾ പറയാതിരുന്നത് എന്തുകൊണ്ട്? മേലിലെങ്കിലും ഇത്തരം ചെയ്തികൾ ആവർത്തിക്കരുതെന്ന് അള്ളാഹു ഉപദേശിക്കുന്നു. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സ്പഷ്ടമായ മാർഗദർശനം നൽകുകയായിരുന്നു. അവൻ സർവജ്ഞനും യുക്തിമാനാകുന്നു. ഈ സത്യവിശ്വാസികളുടെ സമാജത്തിൽ അശ്ലീലം പരത്താൻ ആഗ്രഹിക്കുന്നവർ ഇഹത്തിലും പരത്തിലും നോവുറ്റ ശിക്ഷക്ക് അർഹരാകുന്നു. അപ്പൊ അവിടെ അതിന്റെ കൂടെ ഒരു ആയത്തുണ്ട്, എന്താണ്? ഇന്നല്ലദീന ഫതനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബൂ. ഇങ്ങനെ ഇത് എന്ന് വെച്ചാൽ ഒരു പീഡനം തന്നെയാണല്ലോ. സുമ്മ ലം യതൂബൂ, എന്നിട്ട് എന്ത് ചെയ്തു? അവർ പശ്ചാത്തപിച്ചുമില്ല. ഫലഹും അസാബു ജഹന്നം, അവർക്ക് നരക ശിക്ഷയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമുക്കറിയാം, ചരിത്രത്തിൽ നടന്നു പോയിട്ടുണ്ട്. ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു നാട് മുഴുവൻ വ്യാപിച്ചിട്ടുള്ള സംഗതിയാണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അള്ളാഹു എന്ത് ചെയ്യാണ്? ഇതിലൂടെ തെറ്റും ശരിയും ഒക്കെ നമുക്ക് വേർതിരിച്ചിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഈ സത്യവിശ്വാസികളുടെ സമക്ഷത്തിൽ അല്ലെ അവരുടെ കുറ്റം പുറക്കും. സത്യവിശ്വാസിയുടെ ഒരു ന്യൂനത ആരെങ്കിലും പരതാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന്റെ വീട്ടിൽ ഇട്ട് തന്നെ മോശമാക്കുന്നതാണ്, അവനെ മോശമാക്കുന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ഈ വർത്തമാന കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയില് ഒരുപാട് നമുക്കറിയാം കരുണയില്ല. പലരും ആരോപിക്കുന്ന കരുണയില്ല, വീട്ടിലെ ജോലികൾ ചെയ്യില്ല, ഉത്തരവാദിത്ത ബോധമില്ല, ഇങ്ങനെയൊക്കെ പലതരം കംപ്ലൈന്റുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അലിവില്ല. നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്ത ദിവസം എന്താ കുട്ടിയുടെ പേര്, മറ്റേ ആൺകുട്ടിയുടെ പരീക്ഷയ്ക്ക് മർദ്ദിച്ച്
ഷഹബാസ് അല്ലെ, ഷഹബാസിന്റെ കാര്യത്തിൽ നമുക്കറിയാം എന്ത് ചെയ്യാണ്, കൂടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ച ആവശ്യം, എന്നിട്ട് ഈ മർദ്ദിച്ച അവനെ ഇതാക്കിയത് മാത്രമല്ല, ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്താണ് മനസ്സിൽ കാരുണ്യം എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും തിന്മകൾ പരക്കുന്നത്, എങ്ങനെയാണ് ഈ തിന്മകൾ ഇത്ര വ്യാപകമാവുന്നത്? തിന്മകൾ എങ്ങനെ വ്യാപകമാണ്? മീഡിയകളിൽ കൊടുത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഇത് ആ മുമ്പുള്ള കാലത്തെ നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത്, മുമ്പല്ല ഖുർആൻ ഇറങ്ങിയാവില്ല. ഈ മീഡിയകളിൽ തിന്മകൾ ഇങ്ങനെ വ്യാപകമാകുന്നത് എങ്ങനെ? നമ്മുടെ മീഡിയകളാണ്. എന്തൊക്കെ മാധ്യമങ്ങൾ? ടെലിവിഷൻ ഉണ്ട്, സിനിമ ഉണ്ട്, അല്ലേ, ഫോണുണ്ട്. ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഫോൺ തന്നെയാണ്, അല്ലേ? ഓരോരുത്തരുടെ നമുക്കറിയാം, ചിലരുടെ ഫോണൊക്കെ നമ്മൾ നമ്മൾ വീട്ടമ്മ മറ്റേ നമ്മളെ കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല. കാരണം എന്താ, നമ്മൾ തന്നെ അഡിക്റ്റാണ് അതിൻ്റെ ഫോണിൻ്റെ, അല്ലേ? അപ്പൊ ഇത് എന്ത് നല്ലൊക്കെ ഈ മീഡിയ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, മാധ്യമം പേപ്പർ കൊടുത്തു അല്ലെങ്കിൽ മനോരമ പേപ്പർ കൊടുത്തു, മോനെ നീ ഇരുന്ന് വായിക്കുമെന്ന് പറഞ്ഞാൽ അവർ വായിക്കുമോ? വായിക്കില്ല, അല്ലേ? എന്തുകൊണ്ടാ? അവരുടെ കാലഘട്ടത്തിലുള്ള അവരുടെ ഈ മീഡിയ വ്യത്യാസം. നമ്മൾ പേപ്പറൊക്കെ വായിച്ചു വളർന്നവരാ, നമുക്ക് ആ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് എന്തില്ല, അങ്ങനത്തെ ഒരു ആ പേപ്പർ നോക്കണം എന്നുള്ള ത്വരയില്ല. അവർ വേറെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, അതുപോലെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് അവർ ന്യൂസസ് കളക്ട് ചെയ്യുന്നത്. അറിയും, അവർക്ക് ഇല്ലാന്നൊന്നുമില്ല, അവർക്ക് അറിയും, ന്യൂസുകളൊക്കെ അറിയും. പക്ഷെ ഈ ഒരു പിന്നെ അപ്പൊ നമ്മൾ ചോദിക്കുക, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു ഒരു ചെറിയൊരു തലമുറനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, കുറേ ഇരുന്നങ്ങോട്ട് പ്രസംഗിച്ച 1 മണിക്കൂർ ഉജ്ജ്വല പ്രസംഗം ആരെങ്കിലും കേൾക്കുമോ? ആരും കേൾക്കില്ല. നമ്മളെന്നെ നമ്മുടെ മക്കളെ വിളിച്ചൊന്ന് നടത്തി നോക്ക്, കേൾക്കൂല. മനസ്സിലായോ? അവരുടെ ഇത് വ്യത്യാസപ്പെട്ടിട്ട് അവരുടെ ചിന്തകൾ, അവരുടെ മീഡിയ, അവർക്ക് കേൾക്കാനുള്ള അത് ഇതാക്കാനുള്ളതില്ല. അവർക്ക് കമ്മീഷനാണ് അവരുടെ കാണണം, അവർക്ക് അവരുടെ കാണണം. ഞാൻ സാധാരണയായിട്ട് കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞൊക്കെ കൊടുക്കും, കുറച്ച് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ പറയുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളുടെയും പല രാജ്യങ്ങളിലെയും ഏറ്റവും ദരിദ്രരായിട്ടും വിഷമൊക്കെ കുട്ടികളുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം അതേ അവർക്ക് അവർ ഉൾക്കൊള്ളുള്ളൂ, അത് വേഗം അവർക്ക് മനസ്സിലാവും കണ്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമ്മൾ കുറേ ഇരുന്ന് ക്ലാസ് എടുത്താൽ അവർക്ക് ശ്രദ്ധിക്കാനുള്ള ഇത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പക്ഷേ നമ്മളുടെ ഇതിലൂടെ തന്നെ ഇത് നല്ലതും ചീത്തയുണ്ട്, ഒരുപാട് ചീത്ത ആവണം. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് ചീത്ത ആവണ കുട്ടികളും ഉണ്ട്, അല്ലേ? ഫോണിലൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്ത് വൃത്തികേടുകളും, അല്ലേ, ഒരു പിന്നെ വിരലിനൊക്കെ കിട്ടും, എന്ത് വൃത്തികേടുകളും കിട്ടും. അപ്പൊ എങ്ങനെ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് ഈ നമ്മുടെ മക്കളെ ഈ എന്നാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. നമുക്ക് അതിലേക്ക് പോകാൻ പാടില്ല, നമ്മളത് കാണാൻ പാടില്ല, നമ്മൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടി ചിലപ്പോൾ ഈ അർത്ഥത്തിൽ നിന്ന് പുറത്താവും, അല്ലേ? അപ്പൊ ഇത് നന്മയും തിന്മയും പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മീഡിയകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഹറാമാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് ചെയ്യരുത് എന്ന്. പക്ഷെ നമ്മൾ അതിന് അഡിക്റ്റ് ആവാതെ അത് നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടും. ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളും അറിവുകളും അതിലുണ്ട്, അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളും ചിന്തിക്കാനും തുടങ്ങുന്ന കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ അബുദാബിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ തൊട്ട് ഒരു അവരുടെ ഒരു സംഭവം പറഞ്ഞത്, ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ നന്നായി പഠിക്കുന്ന കുട്ടി 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടി എന്തോ ചീത്ത അശ്ലീല സൈറ്റുകളൊക്കെ പിന്നെ കണ്ട് അങ്ങനെ കുട്ടി എന്ത് ചെയ്യാണ്, തീരെ പഠിത്തത്തിൽ പിന്നോട്ടായി എന്ന് മാത്രമല്ല, പിന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിൽ പോകാനും ഇഷ്ടമില്ല. അങ്ങനെ കുട്ടി ആകെ പിന്നീട് അതുപോലെ തന്നെ കുറേ കുട്ടികളെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ടീനേജിൻ്റെ കുട്ടികൾ കൈകാര്യം ചെയ്യണം, കാരണം പല ആൾക്കാരും അനുഭവങ്ങൾ നമ്മളോട് വന്ന് പറയാറുണ്ട്. അപ്പം ഈ കുട്ടി പിന്നീട് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ തെറ്റും ശരിയും ബോധ്യപ്പെടുത്തി കൊടുത്ത് വളരെ കാലങ്ങൾ 5 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആ കുട്ടി ചിലത് ശരിയാവാത്ത കുട്ടികളും ഉണ്ടാവും. അതൊക്കെ
ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇന്നത്തെ പേപ്പറിൽ നമ്മൾ കണ്ടു 14 വയസ്സായ ആൺകുട്ടി സ്വന്തം സഹോദരിയെ ലൈംഗികപ്പെടുത്തുന്നതായിരുന്നു അല്ലെ. എവിടുന്നൊക്കെ ഇതിനുള്ള അറിവുകൾ ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ ഇത് കണ്ടും കേട്ടും ഈ ലഹരി ഇതൊക്കെ തിന്മകളൊക്കെ പരക്കുന്നത് എന്ത് ചെയ്യാണ് ഈ മീഡിയ. ഇപ്പൊ നമുക്ക് വാട്സപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലെ. എന്താണ് അവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ ഓടി വെച്ചു, നിങ്ങൾ അന്യ പുരുഷന്മാരുമായിട്ട് സംസാരിക്കാൻ. നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് അല്ലെ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് പറയുക എവിടെയാണ് അതിന്റെ അതിർവരമ്പ് നിൽക്കുന്നത്. ശരിക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ്. രണ്ടാമതേ നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ നമ്മളത് ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ വാട്സപ്പിൽ തന്നെ നമുക്കറിയാം, നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ പറ്റി ഒരാൾ അന്വേഷിച്ചാൽ ഈ അയൽപക്കത്തൊക്കെ വിവരം അറിയും അല്ലെ. ഈ ഇന്ന ആളിൻ്റെ അടുത്ത വീട്ടിലെ ആൾ അവരെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം. ആ കുട്ടി ഇന്ന ആളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയാൻ നമുക്ക് ആ കുട്ടിനെ കുറിച്ച് വിവരം ഉണ്ടാവും. ഇന്നതുണ്ടോ അപ്പുറത്തെ വീട്ടിലെ കുട്ടി സ്വന്തം വീട്ടിലെ കുട്ടി എന്താ ചെയ്യുന്നത് നമുക്കറിയാത്ത കാലമാണ്. സ്വന്തം മക്കള് വീട്ടിനുള്ളിൽ ഇരുന്ന് എന്താ ചെയ്യേണ്ടത് അറിയാത്ത കാലമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല നടപടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സംസ്കരിക്കൽ തന്നെയാണ്. നമ്മൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ പടച്ചോൻക്കറിയാം നമുക്ക് നമ്മളുടെ നീയത്തും നമ്മുടെ ഉദ്ദേശശുദ്ധിയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മളൊരു അന്യ പുരുഷനായിട്ട് നമുക്ക് ആവശ്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പൊ ഞാനൊക്കെ ഖുറാനുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടും പല കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടും പല ആൾക്കാരായിട്ടും ചിലപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ടി വരും, ചിലപ്പോൾ ഇതാക്കേണ്ടി വരും. അപ്പൊ അതിൽ നമ്മൾ ഈ പറയുന്ന ഇതാണ് നമ്മൾ പാലിക്കേണ്ടത്. അന്യ പുരുഷന്മാരുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ മാന്യമായിട്ടുള്ള നിലക്ക് നമ്മൾ ചാറ്റ്, നമ്മളെ ആവശ്യങ്ങൾ ചെയ്യാനാവശ്യങ്ങൾ ചെയ്യാതെ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വർത്താനത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വർത്താനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ ഇപ്പം അതും ഇതും കൂടി നോക്കിയാൽ ഈ നമ്മൾ ആധുനിക കാലത്ത് നമ്മളുടെ വാട്സപ്പ് ഉപയോഗങ്ങളും അതിനെ ഒരുപാട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ അധികവും കാണുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു മെസ്സേജ് കേട്ടാൽ അത് ശരിയോ തെറ്റോ ഒന്നുമില്ല അങ്ങോട്ട് കുറേ ഗ്രൂപ്പുകളിലേക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. കുറേ ഗ്രൂപ്പുകളിലേക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് ഇതിൽ എന്താണ് തെറ്റ് പിന്നെ ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് ശരിയല്ലോ തെറ്റോ എന്നുള്ളത്. പണ്ടൊക്കെ നമുക്കൊരു അശ്ലീല കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാർത്തയൊക്കെ പ്രചരിപ്പിക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് ഫോൺ എടുത്ത് വിളിക്കണം അല്ലേ. ഇപ്പം അതൊന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളൊരു മീഡിയയാണ് സിനിമ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് സിനിമ നമുക്കറിയാം, നമ്മൾ മീഡിയ വണ്ണ് പോലുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ സിനിമ കാണുന്നത് ഹറാമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാം, നമുക്ക് പലതും കാണുന്നത്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുത്താലും നമ്മൾ പറയില്ല, നമ്മളൊരു മലർവാടി അതുപോലെ ടീംസിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇടയിൽ നിന്ന് തന്നെ എത്ര കുട്ടികൾ വരും? ആരും വരില്ല. കാരണം ആ ഒരു ഇത് കഴിഞ്ഞു, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഈ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത് കേൾക്കുക അതുള്ള. ഇന്ന് അവരൊക്കെ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസാണ് ഓരോ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ മറിച്ച് ഒരു ഫിലിം കാണാത്ത നമ്മുടെ ഇടയിൽ കുട്ടികളുണ്ടാവുമോ? ഇല്ല. സിനിമ കാണാത്ത കുട്ടികളുണ്ടാവോ? ഇല്ല, കുട്ടികള. അപ്പോൾ ഈ സിനിമയിലൂടെ തന്നെ നല്ല സിനിമ ഉണ്ടോ? ഉണ്ട്. നല്ല മെസ്സേജസ് കൊടുക്കുന്ന സിനിമ നമുക്ക് നിർമ്മിക്കാനും അത് കുട്ടികളുടെ ഇടയിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടായിരുന്നു, കള്ളൂരിനെ പറ്റിയിട്ട് നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു 10,000 കവലയും കയറി പ്രസംഗിക്കുന്നതിനെക്കാളും ഈ ഒരു സിനിമ ഗുണം ചെയ്തിട്ടുണ്ടാവും മനുഷ്യന്മാരുടെ ഇടയിൽ അതിനെതിരായിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയാസൊക്കെ തന്നെ നമുക്ക് നല്ലതിന് ഉപയോഗിക്കാം, ചീത്ത ഉപയോഗിക്കാം. ഇപ്പോൾ അഫാൻ്റെ ഇപ്പം നമുക്കൊരു ചീത്ത, ഇപ്പോൾ ഇവിടെ നമ്മൾ ഓതി വെച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങൾ പരസ്യമാക്കണമെന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ചീത്ത കാര്യങ്ങൾ പരസ്യമാക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അറിയാം? എന്തുകൊണ്ടാണ്? അതിന് പിന്നെ ഒരു ഇത് വരും, ഒരു സാധാരണ അതിലൊരു പ്രത്യേകത ഇല്ലാത്ത പോലെ അത് എനിക്കും ചെയ്താൽ എന്താ, അല്ലെങ്കിൽ എനിക്കും ചെയ്താൽ അതൊരു കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ നമുക്ക്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് എവിടെയാണ് കൊലപാതകം? ഒരു ഉമ്മാനെ മകൻ വെട്ടിക്കൊന്നു അല്ലേ. ആ മകൻ വെട്ടിക്കൊന്നു ഇപ്പോൾ ഒരു മാസം തികഞ്ഞോ? ഇല്ല. അതിനുശേഷം നിങ്ങൾ പേപ്പറിലെ ന്യൂസിൽ എത്ര കൊലപാതകങ്ങൾ കണ്ടു? കാര്യം അങ്ങനെ പുറത്ത് വെക്കുമ്പോൾ അത് എന്ത് ചെയ്യാണ്?
സ്വാഭാവികമായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ പിന്നെ ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം ഈ രണ്ട് കുട്ടികൾ ആദില നൂറ എന്ന് പറഞ്ഞിട്ട് രണ്ട് പിള്ളേരുണ്ട്. സ്വവർഗഭോഗികളാണ്. അവരെ രണ്ടാളെയും ഇൻ്റർവ്യൂസ് എത്രയാണെന്ന് അറിയാം അതിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവർക്ക് തിരിച്ചറിയപ്പെടാണ്ട് പോവുകയാണ്. ഇത് ശരിക്കും എന്താ ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ നൽകിയ പിന്നെ ആർക്കാണ്? ഈ ലൂത്തിന്റെ ജനതക്ക, ഈ ഒരു സമൂഹത്തിനാണ്, സ്വവർഗ ഭൗതികളായിട്ടുള്ള സമൂഹത്തിന്. എന്നാൽ അത് ഒരു ശരിയല്ല. അതുപോലെ പല സിനിമ നമുക്ക് ഇതൊരു വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് സമൂഹത്തിൽ വരുത്താൻ അതിൻ്റെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിന് ഓരോ വീഡിയോകളും ഇന്റർവ്യൂകളും, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, അതായത് ആണ് പെണ്ണാവുക, പെണ്ണാണാവുക, ആണിന് നമുക്ക് പെണ്ണാവണം തോന്നിയാൽ പെണ്ണാവാം, പെണ്ണിന് ആണ് ആവണം തോന്നിയാൽ ആണാവാം, ഇങ്ങനെ കോലത്തിലൊക്കെ ഉള്ള ഇതൊക്കെ വളരെ നല്ല. ഈ അടുത്ത കാലത്ത് എന്നോട് ഫ്രണ്ട് പറയാണ്, നമ്മൾ ഇവിടെ പുറം രാജ്യങ്ങളിലൊക്കെ കുട്ടികളോട് നമ്മൾ അവരോട് ജനിച്ചു മുതൽ ആണ് നീ ആൺകുട്ടിയാ നീ പെൺകുട്ടിയാന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാ ആൺകുട്ടിയോ പെൺകുട്ടിയോ പറയാൻ പാടില്ല എന്ന് പറയണത്? എന്താന്ന് വെച്ചാൽ അത് വലുതായതിനു ശേഷം ഞാൻ ആണാവണോ പെണ്ണാവണോ എന്ന് കുട്ടിക്ക് തീരുമാനിക്കാം. അതുവരെ ജെൻഡർ പറയാൻ പാടില്ല കുട്ടിനോട് എന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യാണ് നമുക്ക് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അവര് നമുക്കറിയാൻ പറയാം UK US പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് ഒരുപാട് ആൾക്കാർ അവിടെ ഇസ്ലാമിലേക്ക് വരുന്ന അവരുടെ കൾച്ചർ അവരതൊക്കെ പിന്നെ മാറ്റിക്കളയുകയാണ്. കാരണം ഇസ്ലാമാണ് ശരിയെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് മടങ്ങി എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ പിതാവും ഇല്ലാത്തവർ, സംരക്ഷണം ഇല്ലാത്തവരായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളാണുള്ളത്. അത് ആ സമൂഹത്തിന്റെ ഇങ്ങനെ ഒരു സംരക്ഷണം കിട്ടാതിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യാൻ അതിക്രമങ്ങളും വെടിവെക്കുന്നവരും മറ്റുമ്മാനെ കൊല്ലുന്നവരും അങ്ങനെ ആയിട്ട് വളർന്നത്. സ്കൂളിലൊക്കെ ഇങ്ങോട്ട് തോക്കെടുത്ത് വെടിവെക്കുക, അങ്ങനെ എന്ത് ചെയ്യാൻ വളർന്നു വരികയാണ് അങ്ങനത്തെ ഒരു തലമുറ. അപ്പൊ അവരെന്ത് ചെയ്തിരിക്കുന്നു? തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഇസ്ലാമാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അവരെ അങ്ങോട്ട് പോകണം. നമ്മൾ അവരുടെ കൾച്ചറിലേക്ക് അങ്ങോട്ട് കയറുന്ന ഒരു ഇതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പിന്നെ ഇതിലൊക്കെ ഫുൾ ടൈം പിന്നെ നമ്മൾ വെച്ചുകൊണ്ട് നമ്മളുടെ ആരാധനാ കർമ്മങ്ങളും അതുപോലെ നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകളും അതുപോലെ വീട്ടിലെ ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു പിന്നെ വീട്ടിൽ തന്നെ മക്കൾ കയറി വന്നാണ് ഞാൻ ഉമ്മാരായോട് പറയാം, ഉമ്മാർക്ക് സമയമില്ല നമുക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനോ. അവരവിടെ സീരിയലിലോ TV-യിലോ വേറെ എന്തെങ്കിലും തിരക്കുകളിലൊക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോമ്പിന്റെ ക്ലാസ്സുകളൊക്കെ അതിൽ വേറെ ക്ലാസ്സുകളൊക്കെ എടുത്ത് പറയും, നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് ഭക്ഷണമൊക്കെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും ഒരുപാട് വിഭവങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും അവരോടുള്ള നമുക്കുള്ള സമയമാണ് അവർക്ക് സ്പെൻഡ് ചെയ്യണം. നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാതെ അവർ മറ്റുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിലാണ് 24 മണിക്കൂറും അവരങ്ങോട്ട് നീച്ചാൽ വരില്ല, അവർ 24 മണിക്കൂറും റൂമിൻ്റെ ഉള്ളിലാണ്, ഫോണിന് അഡിക്റ്റാണ്. ഇതൊക്കെ പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. നമ്മൾ കൊടുക്കേണ്ട സമയം, ഞാൻ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കളോട് പറയും, നമ്മുടെ സമയം ഏറ്റവും വലിയൊരു ഘടകമാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. എന്നാൽ അത് തന്നെ നന്നാവുന്ന കുട്ടികളില്ലേ, നന്മ ചെയ്യുന്ന കുട്ടികളില്ലേ, ഉണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ശക്തമായിട്ട് വ്യക്തമായിട്ട് സ്വർഗ നരകങ്ങളെക്കുറിച്ചും അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ ശരിയായ ഒരു അവബോധം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കുട്ടികൾ പ്രാപ്തരാകുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പം ഇവിടെ നിന്ന് എനിക്കൊരു ബേജാറ്, ഇവിടെ ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഈ 2 മണിക്കൂർ വെറുതെ ക്ലാസ് എടുത്ത് പോവുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു വിഷമം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 200 മണിക്കൂർ വേറെ എവിടെയെങ്കിലും ഇടുമ്പോൾ
അപ്പൊ ഈ ഇതുപോലെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് റബ്ബ് സുബ്ഹാനഹു തആല നമുക്കറിയാം, നമുക്ക് തന്നെ നമ്മൾ വീഡിയോ ഒടിച്ച് നമ്മളുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്നവനായ, നമ്മളെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ട്, ഇത്ര വലിയൊരു ലോകമാണ് അല്ലേ, എത്രയോ ഗോളങ്ങളും എത്രയോ പ്ലാനറ്റ്സും, അങ്ങനെ ഒരുപാട് നമുക്കൊക്കെ ബുദ്ധിക്കൊക്കെ ഉൾക്കൊള്ളാനാകട്ടെ ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആലക്ക് നമ്മളുടെ ജനിച്ചത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വീക്ഷിക്കാനും അത് രേഖപ്പെടുത്താനും യാതൊരു പ്രയാസമില്ല എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്നാണ്, അത് നമുക്ക് ശരിയായ ബോധത്തിൽ ഇട്ട് കൊടുക്കാൻ കഴിയണം കുട്ടികൾക്ക്. അതിൽ നിന്നാണ് അവർക്ക് ഇതിൻ്റെ തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ കിട്ടുന്നത്. ഈ സോഷ്യൽ മീഡിയ ആണ് അല്ലേ, ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഒരു അശ്ലീല സൈറ്റ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുക, ഇത് റബ്ബ് സുബ്ഹാനഹു തആല കാണും. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, ശരിയായിട്ടുള്ള ഹൃദയത്തിലുള്ള, വെറുതെ വാക്കുകൊണ്ട് പറയാം, ശരിയായ ഹൃദയത്തിൽ ഒക്കെ. അതുപോലെ തന്നെ പ്രകൃതി ദുഷ്ടാണ്, നമുക്ക് ചുറ്റുപാടുകളും ഒരുപാട് വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗത്തും എവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു ദുരന്തമോ മറ്റു കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ എവിടെ വരിക, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരില്ലേ. അപ്പൊ അടിക്കടി വർത്തമാനങ്ങൾ നമുക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പൊ ലോകത്തിന്റെ എവിടെ എന്ത് സംഭവം, അപ്പൊ ഇതൊക്കെ പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യര് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ കാലത്തിലാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധവും ശരിയായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഇട്ടുകൊടുക്കുമ്പോഴാണ് ഇതൊക്കെ നന്മയിലും നല്ല കാര്യങ്ങളിലും നമുക്ക് തീർത്തും വിലക്കാവുന്ന ഒരു കാര്യങ്ങളൊക്കെ വിലക്കിയിട്ട് കാര്യമല്ല, അത് നമുക്ക് മാറ്റെടുക്കില്ല. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ കാര്യം, നമ്മളതൊരു സമയത്തിൽ നിഷ്ഠപ്പെടുക. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സിനിമയോ TV സീരിയലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഫിലിമോ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യില്ല, നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു, ഇതൊന്നും കഴിയട്ടെ എന്നിട്ട് നിസ്കരിക്കാം. പക്ഷേ നമ്മളതിൽ നിന്നൊക്കെ കുറച്ച് അകന്നു നിന്നൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ആ സമയത്ത് എണീച്ച് ബാങ്ക് കൊടുക്കുക. ആ സമയത്ത് എൻ്റെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെയും മക്കളെയും എല്ലാവരെയും കൂടെ നിർത്തി നമ്മൾ ജമാഅത്തായിട്ട് എല്ലാവരും വരികയോ ഒന്ന് എടുത്തിട്ട് വരിക, നമ്മൾ നിസ്കരിച്ചിട്ട് എണീറ്റ് ചെയ്യാം, ബാക്കി കാണാം. അല്ലെങ്കിൽ അത് നിങ്ങൾ വിളിച്ചു നോക്ക്, ഒരിക്കലും നമ്മളവിടെ ഇരുന്ന് ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഇരുന്ന് നമ്മൾ സമയം നോക്കിയിട്ട് നീ പോയി നിസ്കരിക്കണം, നീ പോയി നിസ്കരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അത് ചെയ്യണ്ട. ഞാൻ ഫുൾ ടൈം ഫോണിൽ ഇരുന്നു കൊണ്ട് തോണ്ടിക്കൊണ്ട് ഇരുന്നിട്ട് എൻ്റെ മോനോട് പറയുക, നീ ഫോൺ 24 മണിക്കൂർ ഇത് കാണണ്ടെന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ നമ്മുടെ പകുതി തവക്കുലും കൂടി വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ കിട്ടാനുണ്ട്. അത് ഞാൻ എപ്പോഴും എനിക്കൊരു കുട്ടീനെ പ്രസവിച്ച് വീഴുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കുഞ്ഞി പ്രസവിച്ച മക്കളെ കാണുമ്പോൾ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ സന്മാർഗം, ഇതിൻ്റെ വഴി ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏത് വിധത്തിൽ സംരക്ഷിക്കപ്പെടും എന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇനി നമുക്ക് ഏത് തരത്തിലാണ് നമുക്ക് നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കണ്ടത്. അപ്പം ഇതൊക്കെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ മോനെ ഇതിലെന്തെങ്കിലും അഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു കൗൺസിലിംഗ് ക്ലാസ്സിൽ കേട്ടതാണ്. അതായത് ഇന്ന് ഇപ്പോൾ നമ്മൾക്കിങ്ങനെ യൂട്യൂബിലും മറ്റേതിലൊക്കെ കാണിച്ചാൽ കഞ്ചാവൊക്കെ ഇങ്ങനെ വലിക്കുന്ന പെൺകുട്ടികൾ, കള്ള് കുടിക്കുന്ന, സമൂഹ മാധ്യമങ്ങളിൽ കള്ള് കുടിക്കുന്ന പെൺകുട്ടികൾ, അതുപോലെ തന്നെ ഈ ഒരു 3-4 ആൺകുട്ടികൾ കൂടിയിട്ട് ഒരു പെൺകുട്ടിനെ കഞ്ചാവ് അടുപ്പിച്ച് ദുരുപയോഗം ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടി ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ എത്തിയ ഒരു കുട്ടിയായിട്ട് മാറി. അന്നൊരു ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ പറഞ്ഞു കേട്ടതാണ്. അത് എവിടെയും ദൂരക്കൊന്നും കൊണ്ട ഈ പാലക്കാടാണ് സംഭവം, മനസ്സിലായോ? പക്ഷേ നമ്മൾ അങ്ങേയറ്റത്ത് എത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് അറിയണത്, ഈ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാക്കളോട്
എനിക്ക് പറഞ്ഞു തരാനുള്ള സംഗതി, നമ്മുടെ മക്കളൊന്നും അറിയാത്തവരാണ്. എൻ്റെ മക്കൾക്കൊന്നും അറിയില്ല, യാതൊരു അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം അതിനെക്കുറിച്ചൊന്നും അവർക്കൊന്നും അറിയില്ലാത്ത നിഷ്കളങ്കരാണ്. അവർക്ക് ഈ കഞ്ചാവിനെയും മയക്കുമരുന്നിനെ കുറിച്ചും സ്വവർഗരതിനെ കുറിച്ചും അതൊന്നും എൻ്റെ മക്കൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ മോശക്കാരാവും എന്നുള്ള ചിന്ത നമ്മൾ ആദ്യം ഉപേക്ഷിക്കണം. മനസ്സിലായോ? എത്ര ചെറിയ കുട്ടികളുടെ, ഞാൻ ഈ കുട്ടികളുടെ ഇടയിൽ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? എത്ര ചെറിയ കുട്ടികളായാലും എന്ത് ചെയ്യുക, ഇതിൻ്റെ തെറ്റും ശരിയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു 4ലോ 5ലോ ഒക്കെ 6ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് ഈ സ്വവർഗരതി എന്ന് പറയുന്നത് തെറ്റാണ്, അതുപോലെ എന്താണ് കഞ്ചാവ്, ആരെങ്കിലും നമ്മളെടുത്ത് അന്യായമായി സംബന്ധിച്ചെങ്കിലും ഇപ്പൊ 2 ദിവസമായിട്ട് ന്യൂസിൽ പറയണേ ചോക്ലേറ്റ് മിഠായിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ അഡിക്ഷനെ കുറിച്ചും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ നമുക്ക് ഒരുപാട് വാർത്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെ കുറിച്ചൊക്കെ അത് നമുക്ക് നല്ലതും കാണാം. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ പെരുമാറ്റം ഇതൊക്കെ നമുക്ക് പിന്നെ നല്ലതിലേക്ക് ആക്കിയെടുക്കാൻ നിങ്ങളുടെ മക്കളെ സഹായിക്കും. ചിലപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഡോക്ടർക്ക് പോകണം, അപ്പോൾ എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായപൂർത്തിയായ 10ഓ 15ഓ വയസ്സായ കുട്ടിയുണ്ടെങ്കിൽ മോനെ നീ അല്ലെങ്കിൽ മോളെ നീ ഒന്ന് ചെന്ന് അവരുടെ അടുത്ത് ആ ആവശ്യം നിർവഹിച്ച് തിരിച്ചു കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞു നോക്ക്. അവരുടെ കാര്യങ്ങൾ അവരുടെ അപ്പം അതൊന്നും പോകണ്ട, അതിനൊന്നും ഒഴിവില്ല, അവർക്ക് പഠിക്കുകയാണ്, അവന് 100 കൂട്ടം പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പം ഇതിനൊന്നും ഒഴിവില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി നന്മയിലാക്കില്ല. കാരണം ചിലപ്പോൾ നമ്മളെന്നെ ഇരിക്കും ഇതിന് കാരണക്കാരൻ അല്ലേ. നമ്മുടെ വീട്ടിൽ വല്യമ്മമാരുണ്ടാവും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ അവൻ പഠിക്കുകയാണ് ഉമ്മ, അവന് സമയമില്ല, അവന് നോക്കില്ല ഇത്. അപ്പം നമ്മൾ പറയാം അതല്ല, അതിന് എത്ര സമയം വേണം മോനെ അല്ലെങ്കിൽ മോളെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, നീ ആ ഫോണും അതൊക്കെ അവിടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഈ കാര്യത്തിന് വേണ്ടി നീ ഒന്ന് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സമൂഹത്തിലേക്കും മറ്റുള്ള രീതിയിലേക്കും ഒന്ന് ഇറക്കി നോക്കുമ്പോഴാണ് നമുക്ക് ഇവരെന്ത് ചെയ്യുക ഓട്ടോമാറ്റിക്കലി കാര്യം. ഇപ്പം ആശുപത്രിയിൽ പോയി, ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ആശുപത്രിയിൽ ആരെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഫോണിൽ നിന്നൊക്കെ അടുത്തായിട്ട് എന്താണോ അവർക്ക് നന്മ അതിലേക്ക് അവർ ചെയ്യിപ്പിച്ചു കൊടുക്കും. ചെറുപ്പം മുതൽ നമ്മളത് ശീലാക്കുക. പിന്നെ നമ്മൾ ഒരു പ്രായത്തിൽ കഴിഞ്ഞ് നമുക്ക് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാം, തല്ലി ഒരു നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മാത്രം തല്ലാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ ഇവിടെ സൂറത്തുൽ ലുഖ്മാനിൽ ഏതാനും ആയത്തുകളുണ്ട്. എന്താണ്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഈ ആയത്തുകൾ അത് നമുക്ക് മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ലുഖ്മാനു ഇബ്നിഹി വഹുവ യഅ്ലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്നശ്ശിർക ദുൽമുൻ അളീം. ലുഖ്മാൻ ആരാളല്ലേ, ലുഖ്മാൻ തൻ്റെ കുഞ്ഞു മകനോട് ഉപദേശിക്കുകയാണ്. അപ്പം നമുക്കും ഇതാണ് ഖുർആനിൽ തൻ്റെ മക്കളോട് നമ്മൾ എങ്ങനെയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് ഖുർആനിലൂടെ ഒരു മനോഹര ചിത്രത്തിലൂടെ ഏതാനും ആയത്തുകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരികയാണ്. ലുഖ്മാൻ തൻ്റെ മകനെ ഉപദേശിച്ച് ഇങ്ങനെ പറഞ്ഞത് കൊടുക്കുക, എൻ്റെ കുഞ്ഞു മോനെ, ആ വിളിയെന്ന് നോക്ക് എന്ത് മനോഹരമാണ് അല്ലേ, എൻ്റെ കുഞ്ഞു മോനെ. നമ്മളെന്താ വയ്ക്കാടാ ചെക്കാല് അങ്ങനെ നമ്മൾ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ വാത്സല്യത്തെ കുഞ്ഞു മോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ പങ്കു ചേർക്കുന്നത് കടുത്ത അക്രമമാണ്. അവിടെ കുഞ്ഞു മോനെ എന്ന് വിളിച്ചിട്ട് പറയണത് എന്താണ്, നീ എന്താണ്, നീ സിനിമക്ക് പോകരുത്, അല്ലെങ്കിൽ നീ ഇതിൻ്റെ അങ്ങനെയല്ല പറയണത്. എന്താ ആദ്യം പറഞ്ഞു കൊടുക്കണത്, ഏറ്റവും വലിയ കൊൽമെന്താ, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മാതാപിതാക്കളെ തള്ളിക്കറിയുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും ഒരു വിലയില്ല മാതാപിതാക്കൾക്ക്. അത് തീർച്ചയായിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ കാരുണ്യം കുറഞ്ഞോടിക്കുക. സാധാരണഗതിയിൽ പറയും, ഒരു 10 മക്കളെ ഒരു ഉമ്മ നോക്കും, പക്ഷെ 10 മക്കൾ കൂടി ഒരു ഉമ്മാനെ തിരിച്ചു നോക്കാൻ പറ്റില്ല.
അങ്ങനെയാണ് കാലഘട്ടം. നിങ്ങൾ എന്നെ ചുറ്റും നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ് കാലഘട്ടം അല്ലേ? അപ്പൊ ആ കരുണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകളിൽ നമുക്ക് സ്വന്തം മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്താനും തലക്കടിക്കാനും അങ്ങനത്തെ മക്കളാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് എവിടെയാണ് കുഴപ്പം അല്ലേ? ഒരു പരിധി വരെ ചിലപ്പോൾ എന്ത് ചെയ്യും മക്കൾ. അപ്പൊ ഈ ഇതിന്റെ കാരണം എന്താ? ഈ കൊലപാതകത്തിന് കാരണം പിന്നെ തങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതൽ കൂടുതൽ ആർഭാടങ്ങളിലേക്ക് പോയി. ആ ആർഭാടത്തോടുള്ളത്ര മറിച്ച് മാതാവിന് അതിലൊരു കയ്യുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന വരവിനനുസരിച്ച് ആ ചെലവ് ചെയ്യാൻ മക്കൾക്ക് ആ ഒരു ബോധം പഠിച്ചോൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ഇത് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ മക്കളെ ശരിക്കും വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ പങ്കുണ്ട്. അടുത്ത ആയത്ത് പറയണ വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹ്നം അലാ വഹ്നിൻ വസാലുഹു ഫിൽ ആമൈനി അനിഷ്കുർലി വലിവാലിദൈക ഇലൽ മസീർ. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു. അവൻ്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത്. അവൻ്റെ മുലകുടി നിർത്തലും 2 കൊല്ലം കൊണ്ടുമാണ്. അതിനാൽ നീ എന്നോട് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളാണ് എൻ്റെ അടുത്തേക്ക്. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന തലമുറക്ക് മാത്രമല്ല നമുക്കും അല്ലേ, നമ്മളെ മാതാപിതാക്കളോട് അവരൊരുപാട് കഷ്ടം സഹിച്ചിട്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരോട് നന്ദി കാണിക്കുക. ആദ്യം എന്നോട് നന്ദി കാണിക്കുക. ഞാൻ റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ തീരെ നന്ദിയുള്ളവനല്ല. നമുക്കത് ബോധവാന്മാരല്ല. നമ്മൾ പൈപ്പിൽ വെള്ളം നിന്ന് കിണറ്റിൽ വെള്ളം കഴിഞ്ഞ് കിണറ്റിൽ വെള്ളം എത്തുമ്പോഴേ നമ്മൾ ആലോചിക്കുള്ളൂ ഇത് കിണറ്റിൽ വെള്ളമുള്ളത് അനുഗ്രഹമാണ് അല്ലേ. കണ്ണ് കാണാണ്ടാവുമ്പോഴേ നമ്മൾ ഇതാക്കുള്ളൂ ഇതൊരു അനുഗ്രഹമാണ്. കണ്ണ് കാണുന്നതൊരു അനുഗ്രഹമാണ് അല്ലേ. നടക്കാൻ കഴിയുമ്പോൾ കിടന്നു പോകുമ്പോഴേ നമ്മൾ ചിന്തിപ്പിക്കുള്ളൂ നടക്കുന്നതൊരു അനുഗ്രഹമാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പം അള്ളാഹുവിനോട് നമുക്കറിയാം, ഒരു മനുഷ്യൻ നമ്മളൊന്ന് തളർന്ന് നമ്മുടെ കഴുത്തിൻ്റെ വീട് തളർന്ന് നമ്മൾ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ദുനിയാവിൽ വേറെ എന്ത് അനുഗ്രഹങ്ങളെക്കാട്ടിലും വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായിരിക്കും. അതിന് വേണ്ട വിധം നമ്മൾ നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ. പിന്നെ എന്ത് ചെയ്യാണ്, അവൻ്റെ 2 കൊല്ലം കൊണ്ട് അവനെ മുല കൊടുത്ത് അവനെ ആക്കേണ്ട. അതുകൊണ്ട് നിൻ്റെ മാതാപിതാക്കളോട് നീ നന്ദി കാണിക്കാൻ അവൻ്റെ അടുത്തേക്കാണ് നടക്കുക. അപ്പോൾ മാതാപിതാക്കളോട് നമ്മൾ വന്നത് എപ്പോഴും കുട്ടികൾ, ഞാൻ ക്ലാസ്സുകളിലൊക്കെ തന്നെ പറയാറുണ്ട്, എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല കുട്ടികൾ നന്നാവുക. അതേ നമ്മളിങ്ങനെ 1 മണിക്കൂർ അത് ഉപദേശിച്ച് അങ്ങനെ ആവരുത്, നീ ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ ഉപദേശിച്ചാലൊന്നും എന്ത് ചെയ്യില്ല. എന്താ അവരെ നോക്കുക, നമ്മൾ ചെയ്യുന്നതാ നോക്കുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും, ആ ഒരു തന്നെ അത് തന്നെയാണ് എന്താ അതെ സ്നേഹം. അത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഒഴിവില്ല. കുട്ടികളെ ചെറിയ കുട്ടികളൊക്കെ, ഇന്നത്തെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്കൂളുകൾ അടി പിടി ബുദ്ധിമുട്ട്, അത് ശരിക്കും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളവരെ ചേർത്ത് പിടിക്കുക. അവർ സ്കൂൾ വിട്ട് അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചേർക്കാനും അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മമുത്താനും, വരുമ്പോൾ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞ് ആ ബാഗ് അവിടെ ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളാണെങ്കിലും ആ കൈ പിടിച്ച് സലാം പറയാനൊക്കെ നമ്മുടെ ഉമ്മമാർക്ക് സമയം ഉണ്ടാക്കണം. മനസ്സിലായോ? ഭക്ഷണത്തിനൊക്കെ ഇത്തിരി കുറവ് വന്നാലും അതൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല, ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷെ ഈ സ്നേഹം നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് അവർ സ്നേഹമുള്ളവരായിട്ട് വളരുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സൂറത്തുൽ ലുഖ്മാൻ പറയാണ്, നിനക്കൊരറിവുമില്ലാത്ത വല്ലതിനെയും എൻ്റെ പങ്കാളിയാക്കാൻ ഇവരും നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ നീ അവരെ അനുസരിക്കരുത്. എന്നാലും ഇഹലോകത്ത് അവരോട് നല്ല നിലയിൽ വർത്തിക്കുക, എന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ്റെ പാത പിന്തുടരുക. അതായത് വല്ലവരെ പങ്കാളിയാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല, അവരെ അനുസരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കുറേ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വായിക്കാം. എൻ്റെ രണ്ടാമത്തത്
ഈ ഒരു ആയത്ത് പ്രത്യേകം നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരായത്ത്. എൻ്റെ കുഞ്ഞു മോനെ വീണ്ടും പറയാണ്, യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ട് എന്നെ തുടങ്ങണം, എൻ്റെ കുഞ്ഞു മോനെ. കർമ്മം ഒരു കടുക് മണി തൂക്കമോളാണെങ്കിലെന്ന് കരുതുക, എന്നിട്ട് അതൊരു പാറക്കെട്ടിനുള്ളിലോ ആകാശഭൂമിയിൽ എവിടെയെങ്കിലുമോ ആണെന്ന് വെക്കുക. എന്തായാലും അള്ളാഹു അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിശ്ചയം അള്ളാഹു സൂക്ഷ്മിക്കണം. അപ്പം അത് ആദ്യം നമുക്ക് ബോധം ഉണ്ടായിരുന്നു. ചെറിയൊരു കർമ്മമാണെങ്കിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്തോ റൂമിൻ്റെ അടച്ച് ചെന്നിരുന്നോ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള ബോധം ആദ്യം നമുക്കുണ്ടായിരിക്കുക. എന്നിട്ട് നമ്മുടെ മക്കളിലേക്കും ഈ യഥാർത്ഥ ബോധം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഒരു അഞ്ചെട്ടാം ക്ലാസ് വരെയൊക്കെ നമുക്ക് നോക്കിയിരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ ഈ ബോധം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലോ ലോകത്തിന്റെ ഏത് കോണിലായാലും അള്ളാഹു അവരെ കാണുന്നുണ്ടെന്നുള്ള ബോധം അവരെ ശക്തമായിട്ട് നമ്മൾ വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഒരു തെറ്റിലേക്കും പോകാതെ അവർ നിൽക്കും. അതുപോലെ തന്നെ അടുത്ത് ചെയ്യാണ് യാ ബുനയ്യ അഖിമിസ്സലാത്ത്, എൻ്റെ കുഞ്ഞു മോനെ നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, വിപത്ത് വന്നാൽ ക്ഷമിക്കുക. ഇവയെല്ലാം ഉറപ്പായിട്ട് മുന്നിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ ആര് പറഞ്ഞു കൊടുക്കാണ്ട്? നമ്മുടെ മക്കൾക്ക് എന്താണ്? നിസ്കാരം കറക്റ്റായിട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞാൽ മാത്രം പോരാ, കൂടെ നിന്ന് നമ്മൾ കൊണ്ട് നടക്കന്നെ വേണം. എന്താണ്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ മുർക്കൽ, നീചവൃത്തികളെയും മ്ലേച്ഛ വൃത്തികളെയൊക്കെ നമസ്കാരം തടയും. അപ്പോൾ അത് നമ്മളെ കൂടെ തന്നെ കൂട്ടിയത് കറക്റ്റ് സമയത്ത് നിസ്കാരം നമ്മൾ ചോദിക്കുന്നതിൻ്റെ എത്ര വലുതായിട്ട് ഇപ്പോഴും എന്നിട്ട് ചോദിക്കും, എത്ര പ്രാവശ്യം ചോദിക്കും നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നത് എൻ്റെ കുട്ടികൾ പറയും. 2 പ്രാവശ്യം 3 പ്രാവശ്യം ഈ ചെയ്തോ എന്ന് ചോദിക്കുന്നു പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് നമുക്ക് എപ്പോഴും അത് വലുതായി വരുന്നവരെ അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വിപത്ത് വന്നാൽ ക്ഷമിക്കാം. അത് നമ്മൾ ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മക്കൾക്ക് അധിക കുട്ടികൾക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇത് റബ്ബ് ഖൈറും ഷർറും അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, എന്ത് ചെയ്യണം? അത് ക്ഷമിക്കണം എന്ന് പറയാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അത് ഇനി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ബുദ്ധിമുട്ടുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറ ഒന്നും സഹിക്കാൻ കഴിവില്ലാത്തൊരു തലമുറയാണ്. 1 മാർക്ക് കളഞ്ഞാൽ 2 മാർക്ക് തന്നെ ഓടിപ്പോയി അങ്ങോട്ട് വെട്ടി തൂങ്ങി മരിക്കും. എത്ര കുട്ടികൾ അങ്ങനെ പരീക്ഷയ്ക്ക് തോറ്റിട്ട് നമുക്ക് ആ മാതാപിതാക്കളുടെ സമയം കുട്ടീനെ വളർത്തിണ്ടാക്കണമെങ്കിൽ പണി എത്ര ഉണ്ട് അല്ലേ? അപ്പോൾ അത് അവിടെ എന്ത് ചെയ്യാണ്? അപ്പോഴത്തേക്ക് അവരുടെ മരണവും കഴിയും അല്ലേ? അപ്പോൾ ആ വിപത്ത് വന്നാൽ എന്ത് പ്രയാസങ്ങൾ വന്നാൽ സമയമാണ്. ശരി, അതെ 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 മക്കളോട് ഈ മാർക്കിൻ്റെ എപ്പോഴും അത് നമ്മുടെ കൺസെപ്റ്റ് തന്നെ ശരിയില്ല. എന്ന് വെച്ചാൽ ഒരു കുട്ടി 100ൽ 99 മാർക്ക് വാങ്ങിയ നല്ല കുട്ടിയാണ്, അതൊരു 60ഓ 50ഓ ആയിപ്പോയ ചീത്ത കുട്ടിയാണെന്നുള്ളൊരു അങ്ങനെയല്ല. ഒരു കുട്ടിക്ക് 60 മാർക്ക് കിട്ടിയാലും ആ കുട്ടിക്ക് ഒരു ഉമ്മാനെ സഹായിക്കാൻ കഴിയും, അയൽപക്കക്കാരെ സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ വേറെ ജോലികൾ ചെയ്യാൻ കഴിയും, അവനവൻ്റെ കാര്യങ്ങൾ ചുറ്റുപാട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവൻ വയറ്റിലുള്ള നല്ല കുട്ടിയാണ്. ഈ 99 മാർക്ക് വാങ്ങിയതിനെക്കാട്ടിലും നൽകി 60-50 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി ഗ്യാരണ്ടി. അതുകൊണ്ട് മക്കൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത, ചിലപ്പോൾ അധികം മാർക്ക് വാങ്ങാത്ത ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികളോ ചെയ്യുന്ന മക്കളായിരിക്കും ചിലപ്പോൾ അവർക്ക് ഉപകാരത്തിന് കിട്ടാൻ. നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഡോക്ടറോ എഞ്ചിനീയറോ ആയ മക്കൾ എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്? ആരുമില്ല. ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആരെങ്കിലും ആയിരിക്കും നമ്മുടെ കൂടെ, നമ്മുടെ ആവശ്യം. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ അവരുടെ കഴിവുകളെ കുറച്ച് കാണാൻ പാടില്ല. എല്ലാവർക്കും ഉണ്ടാവും. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കണോ, നിങ്ങളെ കാണുന്നൊക്കെ നല്ല ആളാണ് ഞാനെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല തരും. എല്ലാത്തിനും അതിൻ്റെ ഇതോടുകൂടി. കാരണം നമ്മൾ എന്ത് ചെയ്യുക? ഒരു മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ടോ കഴിവില്ലാത്ത ഇതേപോലെ താഴ്ത്തി കെട്ടുകയോ മോശമാക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ മാനസിക ആരോഗ്യമില്ലാത്തവർ. അതുപോലെ തന്നെ ഒരായത്തും കൂടി, നീ ജനങ്ങളുടെ നേരെ മുഖം പോട്ടരുത്, പൊങ്ങച്ചത്തോടെ ഭൂമിയിൽ നടക്കരുത്, അഹന്ത നടിച്ചും പെരുമ നടിച്ചും നടക്കുന്ന ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. ജനങ്ങളുടെ നേരെ മുഖം തിരിച്ചു കളയരുത്. വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ പൊങ്ങച്ചം, അതുപോലെ അഹന്ത നടിച്ചും പെരുമ നടിച്ചും നടക്കുന്ന ആരെ അള്ളാഹു സ്നേഹിക്കില്ല. അപ്പം ഈ ഗുണങ്ങളൊക്കെ
എന്ത് ചെയ്യണം? നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഒരു അഹങ്കാരം കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ അഹന്തയാണ്, നമ്മൾ വിനയത്തോടെ പെരുമാറണം. മറ്റുള്ളവരുടെ ഒരാൾ വന്ന വീട്ടിൽ കയറുന്ന നല്ല മുഖം കാണിക്കണം, അവരെ വെറുപ്പിക്കരുത്, അല്ലെങ്കിൽ വേറെ റൂമിൽ കയറി വാതിലടക്കരുത്. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് നീ നിന്റെ നടത്തത്തിൽ മിതത്വം പുലർത്തുക, ശബ്ദത്തിൽ ഒതുക്കം പാലിക്കുക. തീർച്ചയായും ഒറ്റകളിൽ ഏറ്റവും അരോചകം കഴുതയുടെ ശബ്ദമാണ്. മനസ്സിലായോ? ഇന്ന് ഷൗട്ട് ചെയ്യുന്ന കുട്ടികളധികം. ഉമ്മ എന്ന് പറഞ്ഞാൽ 4 അപ്പുറത്തേക്ക് ഷൗട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ അതിന് വഴി? നമ്മൾ ഷൗട്ട് ചെയ്യാതെ നമ്മൾ ഒച്ച വെക്കാണ്ടിരിക്കുക, കുട്ടികളുടെ ഇടയിൽ ബഹളം വയ്ക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളും താരതമ്യേന മര്യാദക്ക് വർത്താനം പറയും. അപ്പോൾ ഞാൻ നിർത്തുകയാണ്, നമ്മുടെ സമയം കഴിയാനായി. എനിക്കും ചൂടോണ്ടാന്ന് തോന്നുന്നുണ്ട്, അല്ലാണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വർഗത്തെപ്പറ്റി പ്രതീക്ഷ പുലർത്തിക്കുക, നരകത്തെപ്പറ്റി നമ്മൾ ഭയപ്പെടുത്തിക്കൊണ്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു ലോകം, ഇപ്പോഴത്തെ നെറുകേടും നീതികേടും ഒന്നും ഇല്ലാത്തൊരു ലോകം പുലരാനുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ നല്ല മാതൃകകളാവുക, അവർക്ക് നല്ല ഇതൊക്കെ അതിൻ്റെ വിദഗ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ബാക്കി റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ തവക്കൽ ചെയ്യുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ മാപ്പാക്കി തെരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിനൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين يا رحمتك. Husband.